ദേവസ്യ ഏട്ടനോട് എനിക്ക് ദേഷ്യം ഉണ്ടോടാ? എനിക്ക് ദേഷ്യം തോന്നുന്നത് ദേവസ്യ നിന്റെ താല്പര്യത്തെ കല്യാണം നടത്തിയത് അതുകൊണ്ടാണ്. എന്റെ ഭാഗത്ത് ഏറ്റവും നല്ലത് ഞാൻ അഭിനയിച്ചിട്ട് വിളിച്ചിട്ടില്ല, ഞാൻ കല്യാണം സംഭവിച്ചത്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. താൻ പേടിക്കേണ്ടത് ഞാനാ, തന്നെ പേടിപ്പിച്ചെന്ന് സോറി. അത് കുഴപ്പമില്ല, താഴ്ന്ന വാതിലാണോ? അത് ഞാൻ തന്നെ കഥ നിന്ന് എന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി. തന്നെ പരിചയപ്പെടുത്താൻ വേണ്ടിയോ? അത് വേറൊന്നും അല്ല, പെട്ടെന്ന് നമ്മുടെ കല്യാണം കഴിഞ്ഞു നേരെ വേണം പരിചയപ്പെടാൻ സമയം കിട്ടില്ല. അതുകൊണ്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ വിചാരിച്ചു. അപ്പൊ നമുക്ക് തുടങ്ങാം. എന്റെ പേര് ക്രിസ്റ്റി ആണ്. തനിക്കണി ക്രിസ്റ്റി എന്നും വിളിക്കാം, ആണെങ്കിൽ ചായ എന്നും വിളിക്കാം. എന്റെ ഏജ് എത്രയാണെന്ന് ചോദിച്ചാൽ 30 ചിലപ്പോൾ താൻ ചിന്തിക്കുന്നുണ്ടാ ഇത്രയും കല്യാണം കഴിക്കാൻ വൈകുന്നത് കാരണം ബിസിനസ്സും കഴിയുന്നുണ്ടാ കല്യാണം കഴിക്കാൻ വൈകി. ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അച്ഛൻ അമ്മ ഒരു ചേച്ചി നേരത്തെ കല്യാണം കഴിച്ചു, ഒരു ഒരു കുട്ടിയുണ്ട്. എന്തൊക്കെയാണ് എന്റെ കാര്യം? തന്റെ കാര്യം പറ. എടോ ഞാൻ പറഞ്ഞ താൻ പറഞ്ഞാൽ മതി, പിന്നെ എനിക്ക് തന്നെ കുറിച്ച് അറിയാം. പക്ഷെ തന്നെ കുറിച്ചൊക്കെ നടന്നുള്ളത്. ശരി, പരിചയപ്പെടുത്താം. എന്റെ പേര് അന്നൈസ്. തനിക്ക് വേണമെങ്കിൽ ദേവൂസ് വിളിക്കാം. എന്റെ ഏജ് എത്രയെന്ന് ചോദിച്ചാൽ 25. ഫാമിലി പറയാൻ അച്ഛൻ അമ്മ പിന്നെ ചേട്ടൻ്റെ കല്യാണം കഴിച്ചിട്ട് ഭാര്യയുണ്ട്. താൻ ഒരു കാര്യം പറയാൻ വിട്ടല്ലോ. അതേത് കാര്യമാണ്? തനിക്ക് പെണ്ണാണെന്ന കൃഷ്ണന്റെ കാര്യം. അതൊക്കെ എനിക്കറിയാം. ഇപ്പൊ കിടക്കാൻ നോക്കൂ, ഒരുപാട് സമയം താൻ കട്ടിലെ കിടന്നു സോഫ കിടന്നോളൂ. അതെന്താ അങ്ങനെ? ഞാൻ തന്നിപ്പം കിടന്ന് എനിക്ക് ഇഷ്ടമാണെന്നിട്ടാണോ? എടോ ഞാൻ മുമ്പ് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ലേ, നമ്മുടെ പെട്ടെന്ന് കളിയെ കഴിഞ്ഞപ്പോൾ തനിക്കാണ് അഡ്ജസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാൻ സമയം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓ അതാണ്. ഞാൻ വിചാരിച്ചു തനിക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടാ എൻ്റെ ഒപ്പം കിടക്കാതെ വിചാരിച്ചു. എടോ എനിക്ക് സത്യം പറഞ്ഞാൽ തന്നെ വലിയ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ തന്നിപ്പം കിടക്കാത്തതും ചോദിച്ചാൽ തനിക്ക് എന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ സമയം എടുക്കും. എടോ എനിക്കത് മാത്രമല്ല, തനിക്കവിടെ ഇഷ്ടമായിരുന്നു. പിന്നെ അയാൾ തന്നെ ബ്രേക്കപ്പ് കാര്യമൊക്കെ എനിക്കറിയാം. എടോ തനിക്ക് ബ്രേക്കപ്പിൻ്റെ പിന്നെ കല്യാണം കൂടെ ആയപ്പോൾ എന്താ ഫീലെന്ന് എനിക്കറിയാം. അപ്പം എൻ്റെ ഭാര്യയെ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. തനിക്ക് എപ്പോഴാണ് എന്നെ അംഗീകരിക്കാൻ തോന്നുന്നത്, എൻ്റെ ഭാര്യയുടെ ഇരിക്കാനും തോന്നുന്നത്, അതുവരെ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും. പിന്നെ എന്നോട് കാര്യം പറയുന്നുണ്ട്, വലിയ ചെയ്യുന്നതിൻ്റെ തുള്ളിൽ തന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇനി സംസാരിച്ചിട്ടുണ്ടെന്ന് കിടക്കാൻ പറ്റില്ല. താൻ കിടന്നു. ക്രിസ്ത്യൻ്റെ സാഹചര്യം മനസ്സിലാക്കിയിട്ടായിരിക്കും